ഓശാന, രക്ഷിക്കണമേ എന്നതിൽ നിന്ന് മഹത്വമുണ്ടാകട്ടെ എന്നതിലേക്ക് മാറിയ വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ് ഓശാന. യേശു ജെറൂസലമിലേക്ക് കഴുതപ്പുറത്തിരുന്ന് നടത്തിയ രാജകീയ പ്രവേശനം. വീഥികളെങ്ങും പട്ടുവിരിച്ചും സൈത്തിൻ ചില്ലകൾ വിതറിയും കൈകളിൽ സൈത്തിൻ കൊമ്പുയർത്തി വീശിയും ദാവീദിൻ്റെ പുത്രന് ഓശാന പാടിയെതിരേറ്റ മധുരസ്മരണ. രാജകീയമായി കുതിരപ്പുറത്ത് അത്യന്തം ആർഭാടത്തോടെ എഴുന്നള്ളത്ത് നടത്തേണ്ട രാജാവാണ് വിനീതനായി കഴുതപ്പുറത്തേറി ജെറൂസലമിലേക്ക് എത്തിയത്. പക്ഷേ ജനം അവനെ തിരിച്ചറിഞ്ഞു. കണക്ക് കൂട്ടലുകൾക്കുമപ്പുറം ഓശാന വിളികൾ അലയടിച്ചു. ആ ദീപ്തസ്മരണയിൽ കുരുത്തോലകൾ കയ്യിലേന്തി ഇന്നും ജനം ദാവീദിൻ സുതന് ഓശാന പാടുന്നു. രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കി ദേവാലയത്തിൻ്റെ മുഖവാതിൽ മുട്ടിത്തുറന്ന് അൾത്താരയിലേക്ക് പോയ മിശിഹ ഏവർക്കും ആശ്വാസമായി അനുഗ്രഹ പൂത്താരി ചൊരിയുന്നു. അതെ, ഓശാന, ദാവീദിൻ സുതന്, രാജാതിരാജന് ഓശാന.